100% മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണിത്. ഒറ്റപ്പെട്ട ചില കോൺഗ്രസ്സുകാരോ BJPക്കാരോ ആ സ്ഥലത്തുണ്ടായേക്കാം. പക്ഷെ അറിയുന്ന എല്ലാവർക്കും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെന്ന് മാത്രമല്ല, അവിടെ ജീവിക്കുന്നവർ പറയുകയാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതേവരെ ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലാൻ വേണ്ടി പോയിട്ടുള്ള ക്രിമിനൽ സംഘങ്ങൾ, പ്രൊഫഷണൽ കില്ലേഴ്സ്, ഇപ്പോൾ അവിടെ സംഘം ചേർന്നുകൊണ്ട് 8 മണിക്ക് ശേഷം അതുവഴി നടന്നു പോകുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും വൃദ്ധന്മാരായാലും അവരെ പിടിച്ചു നിർത്തുക, ഉപദ്രവിക്കുക, ഇത് നിർബാധം തുടരുകയാണ്. ആണ് പാർട്ടിയുടെ ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ ഇപ്പോൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായി മാറുന്നു. ഗുണ്ടകൾ വിലസുകയാണ്, അഴിഞ്ഞാടുകയാണ്. പിണറായി വിജയനും അവരുടെ സർക്കാരും ഇതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം ജനങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി. മാധ്യമങ്ങളോട് അവിടെ ജീവിക്കുന്ന പെൺകുട്ടികൾ, അമ്മമാർ എല്ലാവരും തുറന്നു പറയുന്നു ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തൻ്റെ ജില്ലയിൽ നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കുന്നോത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരു CPM പ്രവർത്തകനും കൊല്ലപ്പെട്ടത്, നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ഇത് ഇലക്ഷന് ശേഷം വീണ്ടും ഒരു നിരപരാധി കൊല്ലപ്പെട്ടു. എത്രയോ ബോംബുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം.